പെറ്റീഷൻ പോലെ തന്നെയാണ്. അതിന് തെളിവുകൾ വേറെ അനക്സറായിട്ട് അല്ലെങ്കിൽ എക്സിബിറ്റായിട്ട് കൊടുക്കേണ്ടി വരും. ഈ ഓരോ പാരഗ്രാഫിനും 20ഓളം പാരഗ്രാഫിന് മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ എഴുതി തയ്യാറാക്കിയ മറുപടി അതാണ് അവസാനം ജഡ്ജ്മെൻറ്റിലേക്ക് വരിക. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അഫിഡവിറ്റിലെ കാര്യങ്ങൾ വളരെ വ്യക്തമാണെങ്കിൽ അത് വെച്ചിട്ട് കേസ് തള്ളും ദിം. അപ്പോൾ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഇവര് പണ്ട് ഡിസംബർ മാസത്തിൽ നമ്മുടെ ഹൈക്കോടതിയിലേക്ക് പാഞ്ഞതുപോലെ എന്തിനാണ് ഇവര് ഒരു ഫ്രീസിങ് ഓർഡർ വന്ന സമയത്ത് ഇതും എടുത്തിട്ട് ഹൈക്കോടതിയിൽ പോയത് എന്നാണ് അറിയാത്തത്. അപ്പോൾ അത് പണ്ടാണെങ്കിൽ ഇവർക്ക് പല കളവുകളും പറയാനുണ്ടായിരുന്നു. തൃശ്ശൂർ കോടതി പ്രവർത്തിക്കുന്നില്ല, കോടതി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ജഡ്ജില്ല, വക്കീലില്ല എന്നൊക്കെയായിരുന്നു കളവ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അറിയാം ഇവരുടെ കേസിനെതിരെ വിധി വന്ന ഒരു കോടതി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കാണിച്ചാൽ മാത്രം മതി.